ഇത്ര സുന്ദരി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രണയത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഒരുപാട് പേര് വിമൻസ് കോളേജിന്റെ നടയിൽ അറിയാമല്ലോ, കുറച്ച് അതിനു വേണ്ടി വന്ന് നിൽക്കുന്ന ചില യുവകോളന്മാരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പേരാണെങ്കിൽ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ അടക്കം ഒരുപാട് പാട്ടുകളിൽ മല്ലികപ്പൂവിൻ മധുരഗന്ധം. ബിജു തിരുമലനെ പറഞ്ഞു, ഞാനൊരു ദിവസം മല്ലിക ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ, അപ്പം പുള്ളി ഇതൊക്കെ തമാശ പറഞ്ഞാണെങ്കിലും പലരും സീരിയസ് ആയിട്ട് അത് ധരിച്ചിട്ടുമുണ്ട്. ആ പാട്ടൊക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ, നിരുപദ്രവകരമായ പ്രേമം. നമ്മളിങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മല്ലികേ മല്ലിക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വരി അവിടെ ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മളെയാണെന്ന്, പക്ഷെ അവരാരും അതൊട്ട് പ്രത്യക്ഷത്തിൽ പറയത്തില്ല. ഇവിടെ ഞാൻ ജയിച്ചാൽ അപ്പം അന്നത്തെ ടോപ്പ് സ്റ്റാർസ് പ്രേംനസീർ, ശാരദ അല്ലെങ്കിൽ ജയഭാരതി ആരെങ്കിലും ഒരു ഷീലാമ്മ, അപ്പം രണ്ടുപേരെ കൊണ്ടുവരും. എനിക്കറിയാമോ അവരെ? പിന്നെ എവിടെ കണ്ടിട്ട് പോലും ഇല്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തലയിലെടുത്ത് വെച്ച കുരിശ് ഞാൻ അറിയുന്നത്. കാരണം രണ്ട് നടൻ, ഒരു നായകനെ ആരെ കൊണ്ടുവരാനാ. അപ്പോഴത്തേക്കും ഇത് 2 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ന്യൂസായി, വിമൻസ് കോളേജിലെ ആശ്രമ ഇനോഗ്രേഷൻ പ്രേംനസീറും ശാരദയാണെന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ വെറും ഒരു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി ജയിക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അഭിനയിക്കുമ്പോൾ നസീർ സാർ ചോദിക്കും, ഓർമ്മയുണ്ടോ പണ്ട് ഇലക്ഷൻ ജനഗണമന പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പലതും പറയേണ്ടി വരും. ഇന്ന് ജനഗണമന തെറ്റുകൂടാതെ പാടാൻ എത്ര പേർക്കറിയാം? എവിടെങ്കിലുമൊക്കെ വരുമ്പോൾ സംശയം അവിടെ എവിടെയൊക്കെ നിർത്തിക്കളയും. എന്താണ് ഞങ്ങൾ ഇപ്പോഴും കാണാത്ത മോഹമല്ലികയുടെ? കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ പ്രസൻസ് ഒരാൾക്ക് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നണം. കാരണം അല്ലാതെ ഒന്ന് താണ്ട വരും എൻ്റെ പിന്നെ എപ്പോൾ പോകുമോ എന്ന് പറഞ്ഞാൽ പോയില്ലേ സംഗതി. ഞാനും എൻ്റെ മീന ചേച്ചി ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ 2 ചെറിയ കുതിര നോക്കിയെടുത്തു ഞങ്ങൾ. ഞാൻ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഫ്രണ്ടിലെ കുതിര പോകുമ്പോൾ ഇത് ഓടിക്കൂടെ വന്നു. എവിടെ? ഫ്രണ്ടിലെ കുതിരയെല്ലാം പോയി കഴിഞ്ഞു, ഈ കുതിര ഓടണ്ടേ? മീന ചേച്ചിയുടെ കുതിര പോകത്തില്ല, വെയിറ്റ് കൂടുതലാ. അവന് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുതിര വളഞ്ഞു പോയി. ഇന്ദ്രേട്ടൻ ഒരിക്കൽ അമ്മേനെ വിളിച്ചിട്ട് സുകുമാരൻ സാറിന്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോഴേക്കും ഞങ്ങള് മുഖത്ത് കണ്ടത് ഭയങ്കര നാണമാണ്. കാണിച്ച ആക്ഷൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ ഈ കൈ എടുക്കുന്ന സുഖമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അസെർട്ട് ചെയ്ത് പറയുമ്പോഴും ഇതൊക്കെ എന്തിന്റെ സുഖം ഇത് ഇതുണ്ട് അദ്ദേഹത്തിന്റെ ഈ കൈയെടുപ്പുണ്ട്, ഈ ചൊറിച്ചിലുണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിന്. അപ്പൊ ഇന്ദ്രൻ അതൊക്കെ ശരിക്കും കാണിക്കും. നമ്മൾ പ്രണയത്തെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോണത് അത് ഇല്ലാണ്ടായൊരു നിമിഷത്തെ. അയ്യോ, അപ്പൊ ചുമ്മാ ഒരു ഷർട്ട് എടുത്ത് ഞാൻ അപ്പൊ സിസ്റ്റർ പറഞ്ഞു, വേണ്ട 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 സാർ ഈ വീൽ ചെയറിൽ ഇനി ഒന്നും ചെയ്യണ്ട, അനങ്ങാതിരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ICUലോട്ട് കയറ്റി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അച്ഛൻ പോവുകയാണോ എന്നൊരു സംശയം, ഡോക്ടർമാരില്ല എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ എനിക്ക് അതും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം കുറവായി എന്നും പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്ന ആളല്ലേ. ഏതായാലും ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം പോകും. മൈജി ഫ്യൂച്ചർ fresh to home, no shortcuts taken. പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, അതായത് ഇപ്പം കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വലുതാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പം ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലും ശരിക്കും ട്രോമാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ വിഷമങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല? ഇല്ല. എന്ത് വിഷമം, ഞാൻ ഇളയ ആളായിട്ട് കുറച്ച് കൂടുതൽ കൊഞ്ചിച്ച് വളർത്തിയതിന്റെ ഒരു അങ്ങനത്തെ വിഷമമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നൊരു? അല്ല, തീർച്ചയായിട്ടും സന്തോഷം തോന്നി. ഇപ്പൊ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത്. കാരണം ഒരു സബ്ജക്റ്റ് ഉണ്ട് ഈ സോഷ്യൽ സ്റ്റഡീസ് പോലെ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ്, എൻ്റെ അമ്മയെ അവിടെ നിന്ന് ഉത്ഭവിച്ചത് അത് ഇങ്ങോട്ടോന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറുണ്ട് ജനറൽ എഡ്യൂക്കേഷൻ. എനിക്കിത് പഠിക്കാനേ ഇഷ്ടമല്ല, കാരണം കംപ്ലീറ്റ് ഹിസ്റ്ററി പോലത്തെ ഒരു സംഭവം അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ അതിനെത്ര കിട്ടുമോ, ഫസ്റ്റ് ക്ലാസ് മിസ്സാവോ. എന്തോ ഭാഗ്യത്തിന് നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക്. അപ്പം എന്നാൽ എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ SSLC ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ഓടി വന്ന് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ഛന് അന്നത്തെ ആഗ്രഹം ഇപ്പം മൊത്തത്തിൽ അയൽവാസികളൊക്കെ പറഞ്ഞത് എൻ്റെ പാചകടി കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിനെ വല്ല കളക്ടറാക്കി വിടണം IAS എന്നൊക്കെ പറഞ്ഞ എല്ലാ എസും ഇപ്പോൾ കിട്ടി. ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛാ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ അപ്പം അച്ഛാ അത് വലിയ സന്തോഷം. മാർക്ക് ലിസ്റ്റൊക്കെ കൊണ്ട് കൊടുത്തത് കാണുന്നതൊക്കെ. അപ്പം അങ്ങനെ അവർ സന്തോഷിച്ച ആ ഒരു ദിവസം എനിക്കൊരു ഭയങ്കര എൻ്റെ ഓർമ്മയിലുണ്ട്. മിടുക്കി എന്നൊക്കെ പറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അയ്യോ അപ്പം തരും. അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും, ഐസ്ക്രീമാണ്.
ഐസ്ക്രീം ആ ട്രിവാൻഡ്രം സ്റ്റാച്യൂല് അന്ന് ശിവറാം, നമ്മുടെ ശിവറാം ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളൊക്കെ സേവിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഓക്കെ ഐസ്ക്രീമാണ് അവിടുത്തെ പ്രധാന സംഭവം. ഓക്കെ ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ പിന്നെ പുളിമൂടുള്ള കട അവിടെ തന്നെയായിരുന്നു അത്, SP-യുടെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അച്ഛൻ യൂണിവേഴ്സിറ്റി, അന്നത്തെ യൂണിവേഴ്സിറ്റി ഓഫീസ് എന്ന് പറയുന്നത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഈ സംസ്കൃത കലാശാല ഇരിക്കുന്ന കോമ്പൗണ്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛാ എനിക്ക് നാളെ തന്നെ ഐസ്ക്രീം വാങ്ങിച്ചാണ്, എന്ത് വേണേൽ വാങ്ങിച്ചു തരാം മോള് വാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഓഫീസ് വിടുന്ന സമയമാകുമ്പം ഞാൻ ചേച്ചി ചിലപ്പോൾ രണ്ടുപേരും വരാൻ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ചേച്ചി അമ്മ വരത്തില്ല ഈ ഐസ്ക്രീം തീറ്റിക്കൊന്നും വരത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി ഏതൊക്കെ ഐസ്ക്രീം വേണോ അതെന്തോ ഒരു ഭയങ്കര 2 പവൻ വാങ്ങിച്ചു തന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അന്നൊക്കെ ഈ ഐസ്ക്രീമൊക്കെ നമ്മൾ കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ, ഇതെന്തോ അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു സാധനമാണെന്നുള്ള മട്ടിൽ വാങ്ങിച്ച് കഴിക്കുകയും അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പിന്നെ പിറന്നാളൊക്കെ വരുമ്പോൾ നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചു എന്നിട്ട്. പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ നല്ല ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നോ അമ്മ? ഞാനല്ല, ചേച്ചിമാർക്ക് എന്നെ ഒരുക്കും. ഞാൻ ശരി, നമ്മൾ ഇളയ മക്കളാകുമ്പോ എല്ലാം അവരെന്നെ ചെയ്തരുമല്ലേ, നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കണം. ഞങ്ങൾക്ക് അങ്ങനെ 2ആയിട്ട് പിന്നെ റിബൺ ഉണ്ട് അന്നൊക്കെ, ഇങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ പൂ പോലെ 2 സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ഇന്നത്തെ പോലെ ഇങ്ങനെ അയച്ചിട്ട് ഇപ്പോഴത്തെ പുതിയ പരിപാടി ഉണ്ടല്ലോ, അയൺ ചെയ്താൽ മതി. അങ്ങോട്ട് എന്ന് വെച്ചാൽ അത് സ്കൂളിലോട്ട് അയണം ചെയ്തോണ്ട് ടീച്ചർമാര് പിടിച്ചു കെട്ടും, ഒന്നും നടക്കത്തില്ല. മുടിയൊക്കെ നല്ല ഒതുക്കി കെട്ടി പച്ചയും വെള്ളയും ചുമന്ന റിബണും, അതായിരുന്നു യൂണിഫോം. ഞങ്ങളുടെ കോട്ടൺ ഹില്ലൊക്കെ എന്ത് ഭയങ്കര സ്കൂളാണെന്നറിയോ. ഇന്നൊക്കെ അതുപോലത്തെ ഓരോ ദിവസവും ഓരോ പ്രയറാണ്, തിങ്കളാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്. ഞങ്ങൾ പ്രയറൊക്കെ പാടുന്ന ഒരു 5-6 കുട്ടികൾ സ്ഥിരമായിട്ട് ഇവിടെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് ആയിരുന്നു, 10 വരെ ഉള്ളല്ലോ, പിന്നെ ഞങ്ങൾ തന്നെയാണ് പാടുന്നത്. ചൊവ്വാഴ്ച തിങ്കളാഴ്ച പാടുന്നുണ്ട്, ചൊവ്വാഴ്ച പാടുന്നുണ്ട്, ബുധനാഴ്ച. പിന്നെ അതുപോലെ തന്നെ ജനഗണമന പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പലതും പറയേണ്ടി വരും. ഇന്ന് ജനഗണമന തെറ്റുകൂടാതെ പാടാൻ എത്ര പേർക്കറിയാം? എവിടെങ്കിലുമൊക്കെ വരുമ്പോൾ സംശയം അവിടെ ഇവിടെയൊക്കെ നിർത്തിക്കളയും. 52 സെക്കൻഡാണ് ഇപ്പോൾ മോൾ ഓർത്തോടെ, 52 സെക്കൻഡ്സാണ് ജനഗണമന പാടേണ്ടതിനുള്ള ടൈം വേണ്ടത്. അപ്പോൾ അന്ന് 52 സെക്കൻഡിൽ നല്ല ഉച്ചാരണ ശുദ്ധിയോടെ ജനഗണമന പാടിയത് ഫസ്റ്റ് പ്രൈസ് ഇന്റർ സ്കൂളാണ് കിട്ടിയത്, കോട്ടൺ ഹിൽ സ്കൂളിനാണ്. നമ്മുടെ മോഹമല്ലിക. അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ, ട്രോഫിയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ അപ്പം ഞാൻ എപ്പോഴും പറയാം, ഞാനിപ്പോൾ ഓരോരുത്തർ ജനഗണമന പാടി തരുമ്പോൾ ജനഗണ അറിയാൻ വയ്യ, ചില മൂളലും ജനഗണമന അറിയാൻ വയ്യ കറക്റ്റായിട്ട്. നമുക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ആർക്കൊക്കെ ശരിക്കും എത്ര നന്നായിട്ട് ജനഗണമന അതൊന്നും അറിയണം എനിക്ക്. കാരണം എല്ലാരും വങ്ക എന്തൊക്കെയോ പറയും, എനിക്കൊന്നും അറിയണം. അതെ, നമുക്ക് അത് ജനഗണമന തെറ്റി പാടാൻ പറയുമ്പോൾ ഈ ദേശഭക്തി നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്നവരൊക്കെയാണ് ഇത് തെറ്റിക്കുന്നത്. അവിടെ ആരൊക്കെയോ ഗൂഗിളിൽ നോക്കുന്നുണ്ട് കേട്ടോ വരികള്, അത് വെച്ചോണ്ടേ ഞാൻ വരുന്നുണ്ടേ, ഒന്ന് പാടി കേൾപ്പിക്കണം. മിക്കവാറും ഇപ്പൊ സ്ഥലം വിടും, അത്യാവശ്യം വീട്ടിൽ പോകാനും പറഞ്ഞു. നമുക്ക് എണ്ണി നോട്ടുണ്ട്, എല്ലാരും നോക്കിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇതാക്കാം. പിന്നെ ഞാൻ ഇനി ക്യാമ്പസ് ലൈഫിലോട്ട് വരികയാണ്. തീർച്ചയായിട്ടും. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തെ വിമൻസ് കോളേജിലാണ്. വിമൻസ് കോളേജിൽ BSc കെമിസ്ട്രി പഠിച്ച മോഹമല്ലിക. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് BSc കെമിസ്ട്രി. അതൊരു ഭയങ്കര കാലഘട്ടമാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് വിവരം വെച്ചു, ആര് എന്ത് എവിടെ എങ്ങനെയൊക്കെ സംസാരിക്കാം, ആരുടെ മുമ്പിൽ എന്തൊക്കെ പറയാം. ഇപ്പോഴത്തെ പോലെ ടീച്ചർമാരോടും കയറി തമാശയും പ്രേമവും കഥയൊന്നും പറയാനൊന്നും ഒക്കത്തില്ല. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ക്യാമ്പസ് ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവിടെ എല്ലാവർക്കും ഞങ്ങളെ കാര്യം ഒരുവിധമൊക്കെ പഠിക്കും. ഞങ്ങളൊക്കെ എല്ലാവരും തീരെ മണ്ടന്മാരും പണ്ടത്തികളല്ല, എല്ലാവരും അത്യാവശ്യം പഠിക്കുന്നവരാണ്. ഞാൻ മാത്രം, എന്നെക്കാട്ടി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, എങ്കിലും ഞാനും പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ്. എലക്ഷൻ വന്നു, കോളേജ് എലക്ഷൻ. അങ്ങനെ ഞങ്ങൾ എലക്ഷൻ വരുന്നു. അപ്പോൾ ഓരോരുത്തരുണ്ട്, ലിറ്റററി ഡിബേറ്റിംഗ് സൊസൈറ്റീസ്, ആർട്സ് ക്ലബിന് ഞാൻ സത്യമായിട്ടും തെറ്റാണ്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് തോക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ സ്പോർട്ടീവായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാൾ ഇല്ലടോ ചുമ്മാ നിൽക്കുക, പക്ഷേ ഒരു കാര്യം, ഇയാൾ നല്ല പ്രോമിസിങ് ആയിട്ട് സംസാരിക്കണം കേട്ടോ, അതൊക്കെ തനിക്ക് പറ്റും എന്നും പറഞ്ഞ് എൻ്റെ മോളെ ഒരു 1.5 മാസം ഭയങ്കര ക്യാൻവാസിങ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ കയറി ഇറങ്ങുകയാണ്. ബയോളജി, സുവോളജി, കെമിസ്ട്രി, ഹോം സയൻസ്, ഇംഗ്ലീഷ്, സകല ഡിപ്പാർട്ട്മെൻറ്റിലും ചെല്ലുന്നു. ഭയങ്കര ഡയലോഗടി. അങ്ങനെ ഞാൻ ചുമ്മാ അടിക്കുകയാണ്. നമ്മുടെ എല്ലായിടത്തും ഏതെങ്കിലും പ്രശസ്തരായ സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവന്ന് ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജയിച്ചാൽ 2 പേർ, അപ്പം അന്നത്തെ ടോപ്പ് സ്റ്റാർസ് പ്രേം നസീർ, ശാരദ, അല്ലെങ്കിൽ ജയഭാരതി, ആരെങ്കിലും ഒരു ഷീലാമ്മ. അപ്പോൾ 2 പേരെ കൊണ്ടുവരുമോ, തനിക്കറിയാമോ അവരെ?
പിന്നെ എവിടെ കണ്ടിട്ട് പോലും ഇല്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞെന്ന് ഭയങ്കര ഡയലോഗ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതിനുശേഷം എന്നെ പ്രിൻസിപ്പൽ വിളിച്ച് ചോദിപ്പിച്ചു, ഇതൊക്കെ ഹൗ ഡിഡ് യു മാനേജ് മല്ലിക ഓൾ ദിസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയണ്ട, കഴിഞ്ഞു. ഭയങ്കര, അതായത് അങ്ങനത്തെ ഭൂരിപക്ഷമൊന്നും പിന്നെ കണ്ടിട്ടില്ല. അതുവരെ ഒരു പൊളിറ്റിക്സും ഇല്ല കേട്ടോ. വിമൻസ് കോളേജിൽ 1200 ചില്ലുവാന വോട്ട് എനിക്കും ഒരു 300, അതായത് ഭയങ്കര ഒരു 1000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ ജയിക്കുകയാണ് ഒരു കോളേജിൽ. ഭയങ്കര സംഭവമായി. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ പറയാം, ഓർമ്മയുണ്ടോ നമ്മളെല്ലാവരും കൂടെ കോളേജ് മുഴുവൻ കിടന്ന് കറങ്ങിയത് ബഹളം വെച്ചോണ്ടെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞങ്ങളങ്ങനെ ഞാൻ ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തലയിലെടുത്ത് വെച്ച കുരിശ് ഞാൻ അറിയുന്നത്. കാരണം 2 നടന്ന ഒരു ആരെ കൊണ്ടുവരാൻ, അവിടെയൊക്കെയാണ് ഈ ദൈവം ഉണ്ട് എന്ന് തോന്നിച്ച ചില നിമിഷങ്ങൾ. പിന്നെ പ്രേം നസീർ ശാരദ അതാ പറയുന്നത്. കാരണം അന്ന് നസീർ സാറ് ഈ പറഞ്ഞ പോലെ ശാരദ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭദ്രച്ചിറ്റ എന്ന് പറയുന്നത് പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറിലാൻഡിൽ ഷൂട്ടിംഗ് നടക്കുക. ശാരദ ചേച്ചി അന്ന് താമസിക്കുന്ന മ്യൂസിയത്തിൻ്റെ അടുത്ത് ബെലേർ ഹോട്ടലിലാണ്. അതിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ കസിനെ കല്യാണം കഴിഞ്ഞ ചേട്ടൻ്റെ സിസ്റ്ററാണ്, മിസ്സസ് കമല പണിക്കർ. അപ്പോൾ അന്ന് അവിടെയാണ് താമസം. അപ്പോൾ ആ പേരും പറഞ്ഞ് ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് ഒരു 10 മിനിറ്റ് കണ്ടാൽ മതി. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഇന്നലെ വന്നെന്നറിഞ്ഞു, നാളെ തൊട്ട് വർക്കാണെന്നറിയാം, ഞാൻ ഇന്നാരാണ്, ഒരു അബദ്ധം കാണിച്ചു, ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ഇലക്ഷനിൽ ജയിച്ചു വിമൻസ് കോളേജിൽ, ചേച്ചിയെ കൊണ്ടേയല്ല ഉർവശി ശാരദ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചേച്ചി ആദ്യം കുടഞ്ഞിട്ട് ചിരിച്ചു, ശാരദ ചേച്ചി. ഇന്നും ഞങ്ങൾ ആ കഥ പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ല, അത് എനിക്ക് ചേച്ചിയുടെ പുറകല്ലേ ഇവിടെ നടക്കുന്നത്, മെറിലാൻഡിൽ നസീർ സാറുണ്ട്, ഒരു 10 മിനിറ്റ് ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോഴോ എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് പോകണം, ഞാൻ എന്ത് വേണമെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു തരാം. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നാളെ ഒരു 3-3:30 മണിയാകുമ്പം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ നസീർ സാറ്, സാറേ ഞാനാരാന്ന് മനസ്സിലായത്, സാർ അഭിനയിച്ചില്ലേ കളിത്തോഴൻ എന്ന് പറഞ്ഞ പടം, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, അത് എൻ്റെ ഫസ്റ്റ് കസിനാണ് ഡയറക്റ്റ് ചെയ്തത്, കനിക്കര മൂത്തയാളിൻ്റെ മകൻ. ഞാൻ മനസ്സിലാറ് ഞാൻ അത് ശരി, അത് ശരി, കർമ്മേന്ദ്രൻ എന്താ ആരാ? ഞാൻ കർമ്മേന്ദ്രൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ് ഞാൻ ഇത് പറഞ്ഞു. ഞാനിങ്ങനെയൊക്കെ കയറി വീരവാദമൊക്കെ മുഴക്കി ഞാൻ ജയിച്ചു സാറിന് ഉള്ള സത്യം പറഞ്ഞു. അതേപോലെ സാറും ചിരി തുടങ്ങി, കൊള്ളാമല്ലോ ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തിനാ പറയുന്നത്, എന്തോ ഒരു നല്ല ബുദ്ധിയോ കാരുണ്യമോ വാത്സല്യമോ സഹതാവോ എന്ത് വികാരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 പേരും അങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അനൗൺസ് ചെയ്യണം, ശാരദയും പ്രേം നസീർ സാറും കൂടെ വരുന്നു, ശാരദ ചേച്ചി കൂടെ വരുന്നു. ആരും വിശ്വസിക്കുന്നില്ല, പോടോ വെച്ചു. പിന്നെ നസീർ സാറും ശാരദ ചേച്ചിയും കൂടെ ഇവിടെ വിമൻസ് കോളേജിൽ. ഞാൻ പറഞ്ഞു വരുന്നെന്ന് എന്ന് പറഞ്ഞ് എല്ലാം ന്യൂസ് ആയപ്പോൾ സ്റ്റാഫ് മീറ്റിങ്ങിൽ എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. സാർ നമ്മളൊരു ഡേറ്റ് പറഞ്ഞാൽ മതി, അവർ ഇത്രാം തീയതി വരെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, പോകുന്നു. അപ്പോഴത്തേക്കും ഇത് 2 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങ് ന്യൂസായി, വിമൻസ് കോളേജിലെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ പ്രേം നസീറും ശാരദയാണെന്ന്. എൻ്റെ പൊന്നെ, ആർട്സ് കോളേജിൽ നിന്ന് പോകുന്ന പിള്ളേർ വരെ മതിലേ കയറി ഇരിക്കാൻ തുടങ്ങി, ആൺപിള്ളേർ. അതൊക്കെ കണ്ടാൽ പ്രിൻസിപ്പലിന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. ഏതായാലും ഒരു ദിവസം ഒരു 2:45-3 മണിക്കാരൻ, 4 മണിക്കൊക്കെ നമ്മൾ കോളേജിൽ നിന്ന് 2:45 വരുന്നു. ഞങ്ങളെല്ലാം റെഡി. സാറ് സംസാരിക്കുന്നു, ശാരദ ചേച്ചി സംസാരിക്കുന്നു, ഗംഭീര പരിപാടി. എന്നെ തൂക്കിയെടുത്തോട്ട് പിള്ളേരൊക്കെ ചുറ്റിനും കിടന്ന് ഓടുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ വെറും ഒരു പ്രീ ഡിഗ്രി 2nd ഇയർ വിദ്യാർത്ഥിനി ജയിക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അഭിനയിക്കുമ്പോൾ നസീർ സാർ ചോദിക്കും, ഓർമ്മയുണ്ടോ പണ്ട് ഇലക്ഷൻ സാർ എൻ്റെ അടുത്ത് ഒരു 3 പ്രാവശ്യം ചോദിച്ചിട്ട്, ചേച്ചി ശാരദ ചേച്ചി ഒരു 1.5 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞങ്ങൾ അപ്പോഴും ഞങ്ങളിത് പറഞ്ഞ് ചിരിച്ചു. എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കുടുംബത്തിലെ കൈനിക്കരയുടെ മകളാണ് ഇത്തവണ അവിടെ ജയിച്ചതെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് KSUക്കാർ ഇറക്കി ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഈ KSUവിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. അതുവരെ അവിടെ പൊളിറ്റിക്സ് ഒന്നുമില്ല. പക്ഷെ അതിനകത്തെ നേതാക്കന്മാരെയൊക്കെ പലരെ അറിയാം, ഇങ്ങനെ അച്ഛനും വല്യച്ഛന്മാരും ഒക്കെ പറഞ്ഞ്. പിന്നെ അതിനുശേഷം ഇപ്പം പറയുന്ന എല്ലാം കോളേജിൽ പാർട്ടിയാണ്, KSU SFI എന്നൊക്കെ പറഞ്ഞ് ഒരുപാടായി എല്ലായിടത്തും. അങ്ങനെയൊക്കെ വന്നു. മറ്റേ അതൊന്നും അല്ല, ഈ ഒരു പിള്ളേരുടെ ഒരു സഹകരണവും സാമർഥ്യവും വാചക കസർത്തും എല്ലാം കണ്ടുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെയും ഒരു എന്താ പറയുക, നമ്മൾ പറയുമല്ലോ, നമുക്കൊരു വലിയ അഡ്മിറേഷൻ്റെയൊക്കെ പുറത്തങ്ങ് ജയിപ്പിക്കുക. ഇപ്പോഴാണ് ഈ പാർട്ടിയൊക്കെ വന്നത്, അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്.
നമ്മളിനി പതുക്കെ ഫാമിലിയിലോട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ, ഫാമിലി ലൈഫിലോട്ട്. പതുക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരത്ത് കയറിയിട്ട് ഇറങ്ങാതെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് നമ്മള്, കാരണം അമ്മ കുറേ കഥ പറഞ്ഞിട്ട് നമുക്ക് സമയം അതാണ് നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം ഓർക്കുമ്പോൾ പിന്നെ അതിനോട് അനുബന്ധിച്ച് അനുബന്ധിച്ച് കിടക്കുന്നതെല്ലാം വരും, താനെ വരും. ആദ്യം ചോദ്യം എന്താ വെച്ചാല്, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയം നിർത്താം, എന്നിട്ട് പിന്നെ ഭാര്യയായിട്ട് മക്കളെയൊക്കെ നോക്കി വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആവാം എന്നൊരു തീരുമാനത്തിൽ എത്തിയായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഇല്ലേ? ഇല്ല, അതൊരിക്കലും സുഖട്ടൻ, പലരും വിചാരിക്കുന്നത് സുഖട്ടനെ കെട്ടിയതോടെ അഭിനയം നിർത്തിയെന്ന. അല്ല, ഇരകളിൽ അഭിനയിക്കാൻ ശ്രീവിദ്യയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പടയണിയിൽ എനിക്കൊരു വേഷം, അത് അദ്ദേഹത്തിൻ്റെ തന്നെ, അത് ചെറിയ വേഷമായിരുന്നു, ഭാര്യയായിട്ട് എന്തോ ഒരു സംഭവം. അന്ന് ഇന്ദ്രനാണ് കുഞ്ഞ്, അപ്പം അതെല്ലാം ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അന്ന് എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ല, ഇനി ഞാൻ, എൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഒരു കുടുംബം, ഇതാണ് വലുത്. ഇതിനാണ് ഞാനൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചത്. ഇങ്ങനെ തന്നെയാണ്, അല്ലാതെ സിനിമയിൽ അങ്ങോട്ട് കയറി കുറേ 150 പടം അല്ല. അതൊക്കെ അവിചാരിതമായിട്ട് നമ്മുടെ ഒരു ജീവിതമാർഗമായിട്ട് വന്ന് പെട്ടതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് എല്ലാം തരാമെന്നും പറഞ്ഞ് എന്നെ സ്വീകരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യമൊക്കെ നോക്കി വീട്ടിൽ ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്നത് എന്നെ. അപ്പോൾ എനിക്ക് എവിടെയും പോകാം കൂടെ. കുഞ്ഞുങ്ങളെ അങ്ങനെയായിരുന്നു. അയ്യോ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഒരു 4 ദിവസം അവധി ഉണ്ടെങ്കിൽ ഷൂട്ടിങ് എവിടെയാണോ അവിടെ ചെല്ലാൻ പറയും കാറിൽ. പിള്ളേരെ കാണാതിരിക്കത്തില്ലായിരുന്നു. വലിയ ഇതാ ഓണത്തെ. ഇപ്പം ഇൻ കേസ് എവിടെ ആണെങ്കിലും ശരി, ഓണത്തിന് ഇവിടെ നാട്ടിൽ വരും, മക്കളുടെ കൂടെ ഊണ് കഴിക്കും, ജന്മനാളിന് വരും. പിന്നെ അതുപോലെ സൈനിക സ്കൂളിൽ ചേർത്തപ്പം എല്ലാ വർഷവും സൈനിക സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് എവിടുന്നെങ്കിലും പ്ലെയിനെങ്കിൽ പ്ലെയിന്, ട്രെയിനെങ്കിൽ ട്രെയിന്, കാറെങ്കിൽ കാറ് അന്ന് എത്തിയിരിക്കും. അവിടെ ഫ്രണ്ട് റോയിൽ അവർക്കെല്ലാം വലിയ കാര്യമായിരുന്നു. അന്ന് സോട്ടം വലിയ ബിസി ആക്ടറാണല്ലോ. അപ്പോൾ അവിടെ വന്നിരുന്ന് മക്കളുടെ ഇത്, അപ്പോൾ അന്നൊക്കെ പറയും, യുവമാരുണ്ട് സിനിമയിൽ തന്നെ ആയിരിക്കും, വലിയ സംശയമില്ല. അതേ തന്നെ പറയുമായിരുന്നു. കാരണം അവർ തന്നെ നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുക, പാടുക, എല്ലാം ഉണ്ടായിരുന്നു 2 പേർക്കും. പിന്നെ സ്പോർട്സ്, ക്രിക്കറ്റും ബാസ്കറ്റ് ബോളും ഒക്കെ എല്ലാത്തിലും ഉണ്ട്. ഓൾറൗണ്ടേഴ്സ് ആയിരുന്നു അവർ 2 പേരും. അങ്ങനെ ഒക്കെ ഇരിക്കുന്നത്. അത് കാരണം എനിക്ക് അപ്പോഴൊന്നും അയ്യോ ഇല്ല പറ്റത്തില്ല, അത് ശരിയാവില്ല. നമ്മളെന്താ പറയുക, കുഞ്ഞുങ്ങളൊന്നൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് കയറി ഇനി ഞാൻ പഠിച്ചേ പറ്റൂ എന്നൊരു ബോധം അവരിലുണ്ടാകുന്നിടം വരെ നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ വലിയ പാടാണ് ശരിക്കും. അപ്പം നമുക്ക് തോന്നത്തുമില്ല, ചുമ്മാ ഈ സിനിമയുടെ പുറകെ അങ്ങ് നടക്കാൻ തോന്നത്തില്ല. കാരണം അയ്യോ ദൈവമേ, നമ്മൾ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഒരു ജോലിക്കാർക്ക് പറ്റത്തില്ല. പിന്നെ അല്ലേ അച്ഛനും അമ്മയും, അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വയസ്സായി. അത് അങ്ങനെയൊന്നും ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു അതൊക്കെ സുഖമുണ്ട് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ അമ്മയെടുത്ത് കൊണ്ടുവിട്ടാലും സുഖേട്ടൻ്റെ അമ്മയെ വിളിച്ച് വിട്ടാലും ഞാനും പറയും, സുഖേട്ടാ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരൊക്കെ മക്കളുടെ കൂടെ നിന്ന് സുഖിക്കാൻ വരിക. അവരെയൊക്കെ എങ്ങനെയായി, അത് 2 ആൺപിള്ളേർ നല്ല ബെസ്റ്റ് പാർട്ടികളായിരുന്നു, ഇന്ദ്രയത്തും മുത്തുരായി, നല്ല അടക്കമൊതുക്കമുള്ള കുഞ്ഞുങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും പറയും, അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ കാര്യം ഞാൻ നോക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ, അതായത് ഇപ്പം ഇന്ദ്രേട്ടൻ ഒരിക്കൽ അമ്മേനെ വിളിച്ചിട്ട് സുകുമാരൻ സാറിന്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോഴേക്കും ഞങ്ങൾ മുഖത്ത് കണ്ടത് ഭയങ്കര നാണമാണ്. നാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇരുന്ന് ഭയങ്കരമായിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം ആ ഒരു പ്രണയം കാണിച്ച ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും അങ്ങനെ ഇങ്ങനെ ഈ കൈ എടുക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അസെർട്ട് ചെയ്ത് പറയുമ്പോഴും ഇതൊക്കെ എന്തിന്റെ ഇത് ഇതുണ്ട് അദ്ദേഹത്തിന്, ഈ കൈയെടുപ്പുണ്ട്, ഈ ചൊറിച്ചിലുണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിനുള്ള. അപ്പൊ ഇന്ദ്രൻ അതൊക്കെ ശരിക്കും കാണിക്കും. അതിൻ്റെ കൂടെ രാത്രി നല്ല ഉറക്കത്തിൽ വിളിച്ചുണർത്തിയിട്ട് മല്ലികയെ എന്നൊരു വിളിയോ, എൻ്റെ അമ്മ എൻ്റെ അടിമുടി വിറച്ചു പോയി ഞാൻ സത്യം പറഞ്ഞാൽ. കാരണം അത് ഇന്ദ്രനല്ലായിരുന്നു, അത് സ്വരാജ് വെഞ്ഞാറുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ദ്രനല്ലല്ലോ, ഇന്ദ്രനാണ് എനിക്കറിയാം. അപ്പോൾ ഇത് ആരാ? അപ്പം ശബ്ദം പോലും പറഞ്ഞതല്ലേ, നീ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടി എന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ആകെ മൊത്തം ഇന്ദ്രനല്ല. പിന്നെ ഈ സമയത്ത് എന്നെ വിളിക്കാൻ ഇത്ര ധൈര്യം ആർക്കാണ് എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അവൻ അവിടെ ഇരുന്ന് മനസ്സിലായി അമ്മ ടെൻഷൻ അടിക്കുമെന്നുള്ളത്. പെട്ടെന്ന് അവൻ ഫോൺ വാങ്ങിച്ചു, എന്താ പാടാ ഇത്, എൻ്റെ അമ്മയെ സ്വരാജ് ചേട്ടൻ്റെ അമ്മയെ ഞാൻ പറയോ മോനെ, പകലായിരുന്നെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലെ അതിന് ബദൽ പറയുകയോ ഒക്കെ ചെയ്തേനെയും. പക്ഷേ ഇത് നല്ല ഉറക്കത്തിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ, എന്നെ ഇവർക്ക് വിളിക്കാനൊരു ഫോണുണ്ട്, അത് ഞാൻ പബ്ലിക്കായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിൽ വിളിച്ചിട്ട് ഈ സമയത്ത് 4 12:50 രാത്രി
എൻ്റെ അമ്മേ ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് സംസാരിക്കുമെന്നൊക്കെ ഇനി അങ്ങനെ സത്യമാണോ? അത് കഴിഞ്ഞിട്ട് ഇന്ദ്രേട്ടൻ അമ്മേന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പം ആണ് ഈ മുഖത്ത് ഭയങ്കര നാണം ഞങ്ങൾ കണ്ടത്. അല്ല തീർച്ചയായിട്ടും അത് വെച്ചാൽ അദ്ദേഹം അങ്ങനെയൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത അപ്പൊ എനിക്ക് ഒരുപാട് ഓർമ്മ നമ്മൾ പോകുമല്ലോ പുറകോട്ട്, ഒരുപാട് പുറകോട്ട് പോകും നമ്മൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ പലരും വിചാരിക്കും പിന്നെ സുഖമായിട്ടും പ്രേമിച്ചു എന്നെ പ്രേമിക്കും ഇങ്ങനെയൊക്കെ. ഞാൻ എല്ലാവരും പല സിനിമാ താരങ്ങളും പറഞ്ഞിട്ടുണ്ട് സുകുമാരന് പ്രേമോ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ സത്യമാണ്. പുള്ളി ഇങ്ങനെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടി കാണിക്കൽ പ്രേമമൊന്നുമില്ല. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു നിലയിൽ ഈ കുടുംബത്തിനകത്തുള്ള എല്ലാ അഭ്യാസങ്ങളും ഉണ്ട്. പക്ഷേ ഒരുപാട് സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്തിനും മല്ലികയ്ക്കൊരു വിഷമം വരാതെ നോക്കണം എന്ന് വളരെ എന്താ പറയുക ദീർഘവീക്ഷണത്തോടുകൂടി ജീവിതത്തിനെ പ്ലാൻ ചെയ്ത് എല്ലാം ഉണ്ടാക്കിയിട്ടു എന്നുള്ളതാണ്. അത് വീടായിട്ടും പുരയിടമായിട്ടും മൂന്നാറിൽ എന്താ പറയുക പീരുമേട്, തിരുവനന്തപുരത്ത്, മദ്രാസിൽ ഇതൊക്കെ അങ്ങനെ വാങ്ങിച്ചൊക്കെ ഇട്ടതുകൊണ്ടൊന്നും ഞാൻ പിന്നീടൊന്നും ബുദ്ധിമുട്ടാകില്ല. മക്കളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ തരും. ഇപ്പം നമ്മൾ തന്നെ ഉണ്ട് ശരി ഒരു ലോൺ എടുക്കണം എന്ന് പറഞ്ഞാൽ 3-4 സ്ഥലത്ത് വീടും കാര്യങ്ങളും പുരയിടമൊക്കെ കിടക്കുകയാണ്. അതിൻ്റെ ആധാരം കൊണ്ട് കൊടുത്താൽ പോരെ, പിന്നെ നമ്മൾ അങ്ങെടുക്കും തിരിച്ച്. അപ്പോൾ ആരെയും പോയിട്ട് എനിക്ക് ആശ്രയിക്കേണ്ടി വന്നില്ല കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു തരണം എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അപാരമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും കൂടെ ഇല്ല എന്നുള്ളൊരു വിചാരവും വളരെ കുറവാട്ടോ സത്യം. അത് ഇതുപോലെയൊക്കെ പറയുമ്പോഴൊക്കെ ഉള്ളൂ. മറ്റേ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ സുഖമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയുമായിരുന്നു എന്നൊരു തോന്നൽ ടക്കെന്ന് എവിടുന്നോ വരും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പറയും. നിങ്ങളുടെ ആ ഒരു റൊമാൻസ് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഇന്ദ്രേട്ടൻ പറഞ്ഞു അച്ഛനും നമ്മൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാൻ കാണാതെ പിന്നെ കാണാതല്ലാതെ കണ്ടോണ്ടാണോ റൊമാൻസ് ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഇപ്പോഴുള്ളവർക്കൊക്കെ ഒരു ബോളിവുഡ് സ്റ്റൈലല്ലേ, എല്ലാം കുറച്ച് കൂടുതൽ കാണിക്കലുകളാണ്. അത് ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ ഉള്ളിലുള്ള സ്നേഹം ഞങ്ങൾ പറയേണ്ടപ്പോൾ പറയും, കാണിക്കേണ്ടപ്പോൾ കാണിക്കും. അല്ലാതെ അത് പരസ്യമാക്കിക്കൊണ്ട് നടക്കുന്നൊരു പ്രകൃതം സുകുമാരനെ കിട്ടത്തില്ല. അതിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി കൂടുതലൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പം നമ്മൾ പെട്ടെന്നൊരു ദിവസമാണ് ഇപ്പം നമ്മൾ പ്രണയത്തെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോണത് അത് ഇല്ലാണ്ടായ ഒരു നിമിഷത്തെ പറ്റിയിട്ടാണ്. ഞാൻ അമ്മേനെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അതായത് ഒരു പ്രശ്നമില്ലാണ്ട് ഫാം ഹൗസിലൊക്കെ പോയി വന്നിട്ട് പുറമേദിന തിരിച്ചു വരുമ്പോൾ പുറമേന എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വെളുപ്പിനെയും പറഞ്ഞു എൻ്റെ അടുത്ത് ഈ പുറത്ത് വേദന. അപ്പം എനിക്ക് ഇതെന്താ പോകാത്തതെന്നൊരു ചെറിയ തോന്നലുണ്ട്. ഈ വേദനയും വെച്ചുകൊണ്ട് ഞങ്ങളുടെ മൂന്നാർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ കരയിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ കയറി ഫോറസ്റ്റ് ഓഫീസിലാണ് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കയറി എറണാകുളത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആ മറ്റേ പൊള്ളാച്ചി റോഡിലാണ് വന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുറം. അപ്പം ഞാൻ സുഖട്ടാ എന്നാൽ സിഗരറ്റ് വലിക്കാതെ അതങ്ങ് കളാം. അപ്പം സിഗരറ്റ് വലിക്കും പുള്ളി. അതുകൊണ്ടൊന്നും അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതാണ് വാസ്തവത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ കരുണാകരൻ സാറിൻ്റെ മകള് പത്മജ, ഡോക്ടർ വേണു, പത്മജയുടെ ഹസ്ബൻഡ് ഡോക്ടറാണല്ലോ. അപ്പം കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് അന്നേ വളരെ അടുപ്പമുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടർ വേണുവിനെ വിളിച്ചു. ഇങ്ങനെ സുഖം രാവിലെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരാം, ഡോക്ടറെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡോക്ടർ കമ്മത്തോ അങ്ങനെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വന്ന് BP നോക്കിയോ BP ഉണ്ട്. ഇത് ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ കാണിക്കുന്നു. അയ്യോ ഇത് നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കിടത്തി. അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല കുറവ് തോന്നി. അപ്പോൾ ഒരു സൈഡ് റൂമിലേക്ക് മാറ്റി. അപ്പോഴും എൻ്റെ ചേട്ടൻ പിന്നെ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റേണ്ടിയില്ലായിരുന്നല്ലോ, ഒരു നല്ല അറ്റാക്കാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു കാര്യം മാത്രം നമ്മുടെ കയ്യിലല്ലല്ലോ. അത് ഇങ്ങോട്ട് വരുമ്പോഴേ അദ്ദേഹം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഇന്ന സമയത്ത് പോകുമെന്നുള്ളത്. അപ്പോൾ അത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് ചാരി ഇരുന്ന് പേപ്പർ വായിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു വിലക്ക് പോലെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സുഖട്ടാ എന്നാൽ നടക്കാതെ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ സിസ്റ്ററോട് എന്നിട്ട് അയ്യോ സാർ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉടുപ്പിടാതെ പുറത്ത് നടക്കാൻ വലിയ മടിയാണ്. അപ്പോൾ ചുമ്മാ ഒരു ഷർട്ട് എടുത്ത് ഞാൻ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേണ്ട സാർ ഈ വീൽ ചെയറിൽ ഇനി ഒന്നും ചെയ്യേണ്ട അനങ്ങാതിരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ICUവിലോട്ട് കയറ്റുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അദ്ദേഹം ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി. എന്തോ ഇങ്ങനെ കണ്ണുകൊണ്ടൊരു ആക്ഷൻ. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഇന്ദ്രനുണ്ട് അവിടെ. ഇന്ദ്രൻ അപ്പോൾ ഊണ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ദ്രൻ കൂടി വന്നു.
എന്നിട്ട് ഇന്ദ്രൻ്റെ അകത്ത് കയറി ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അച്ഛൻ പോവുകയാണോ എന്നൊരു സംശയം, ഡോക്ടർമാരില്ല എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ എനിക്ക് അതും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം കുറവായി എന്നും പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്ന ആളല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് അറ്റാക്ക് പോലെ വന്നതായിരിക്കാം, ഒരു മാസീവ് അറ്റാക്ക് വന്നതായിരിക്കാം. ഏതായാലും ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം പോയി. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക സ്ഥലത്ത്, ഇതെല്ലാം നമ്മളിങ്ങനെയൊക്കെ ഒരു ആശുപത്രിയിൽ പോയി കിടന്ന് അങ്ങനെ ഒരു ലക്ഷണങ്ങളൊന്നും വലുതായിട്ട് കാണിച്ചില്ല. ഈ സിഗരറ്റ് വലി ഉണ്ടെന്നുള്ള അത് നിർത്തണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഡയബറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പറയും. അതിങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് കയറി വരാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം ഒരു ഓർക്കാപ്പുറത്ത് തലയ്ക്ക് കിട്ടിയ ഒരു അടിയായി പോയത്. കുഞ്ഞുങ്ങൾ 10ഉം 12ഉം ആണ്. അപ്പോൾ ഇന്ദ്രൻ 12 എഴുതിയിട്ട് നിൽക്കുന്നു, രാജു 10ലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതെല്ലാം ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ചേട്ടനുണ്ട്. ചേട്ടൻ പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്ന് എത്തി. അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. അങ്ങനെ പോയി ഞാനിപ്പോൾ പറഞ്ഞു, എനിക്കിനി രാജുവിനെ ഹോസ്റ്റലിൽ നിർത്താനൊക്കത്തില്ല, സൈനിക സ്കൂളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം, ഒരാളെ എൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനെ തമിഴ്നാട്ടിൽ കൊണ്ട് ചേർത്തിട്ടിരിക്കുക. പക്ഷെ അവിടെ അന്ന് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ എന്താണ് S.A. രാജാ, അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ അവിടെ നോക്കുന്നത്. അവർക്കൊക്കെ സുഖേട്ടനെ നേരിട്ടറിയാം. നാഗർകോവിൽ ജോലി ചെയ്യുന്ന കാലത്തെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ലെക്ചറായിട്ടൊക്കെ അദ്ദേഹം അവിടെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണെന്നറിയത്തില്ല, ഇന്ദ്രനോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് അവന് തനിയെ ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷൻ ഇന്ദ്രന് കൊടുത്തു. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയാകുമ്പോൾ മോനെ ഇനി വിളിച്ചുകൊണ്ട് വരും 2 ദിവസം. അവന് രാജുവിനെ ഇവിടെ ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ അവിടെയും ചേർത്തു. പക്ഷേ അവന് പറ്റിയ ഭാഗ്യം എന്ന് പറയുന്നത് സൈനിക സ്കൂളിലെ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് സാർ പ്രേംസി നായർ എന്ന് പറയാം, അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ പ്രിൻസിപ്പലായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഒരു വല്ലാത്ത അത് അവന് ഭയങ്കര സന്തോഷമായി. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാറാണ് അദ്ദേഹം. അമ്മേ PCN സാറാണ് ഇപ്പോൾ അവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും സന്തോഷം. പിന്നെ മോനെ കൊണ്ടുവിടും, വിളിച്ചുകൊണ്ട് വരും. കൊച്ചുമോൻ എപ്പോഴും കാണും. ഇന്ദ്രൻ വീക്കെൻഡിൽ വരും. അത് എന്തോ ഭാഗ്യത്തിന് ഇന്ദ്രനും ഡിസ്റ്റിങ്ഷൻ 78% മാർക്കുണ്ട്. കമ്പ്യൂട്ടർ സയൻസൊക്കെ പാസ്സായി. ഒക്കെ എല്ലാം കൂടെ പിന്നെ ഇങ്ങനെ അങ്ങ് പോയി. ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പെയ്തൊഴിയാതെ സീരിയൽ. അപ്പോൾ KK രാജീവ് വസതി ആ ഒരു കാര്യത്തിൽ എനിക്ക് KK രാജീവിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനിതൊന്നും ഇനി ജീവിതമേ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ രാജീവ് ഒരു ചേച്ചിയെ വിളിക്കാൻ. അപ്പോൾ AR എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസറുണ്ട്. ഇതിനകത്ത് ചേച്ചിക്ക് അറിയാമോ, ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ വരുന്നു, ജയഭാരതി അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവരൊക്കെ വന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം ആവാറായി, 8-9 മാസം കഴിഞ്ഞു. മക്കൾ 2 പേരും കൂടെ അങ്ങ് തുടങ്ങി. അമ്മയ്ക്ക് അറിയാവുന്നൊരു ജോലി, അമ്മ അഭിനയിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയാം, ആരും പറഞ്ഞു തരണ്ട. അമ്മ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ അമ്മൂമ്മയുടെ അടുത്ത്, അയ്യോ ദൈവമേ ഇങ്ങനെ ഒരു ഗ്രഹപ്പഴ വന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലേ പ്രഷറും അതും ഇത് ഇല്ലാത്ത അസുഖങ്ങളും കൂടെ വരും. ഇതാകുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കേണ്ട. രാജീവേട്ടൻ പറഞ്ഞ കേട്ടോ, വൈകിട്ട് 7 മണി വരെയൊക്കെ നിന്നാൽ മതി, കാലത്തെ ഒരു 8-8:30 ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ. പോകുമ്പോൾ അമ്മയ്ക്ക് അത്രയും സമയം അങ്ങ് പോയി കിട്ടും. അമ്മയ്ക്ക് അറിയാവുന്ന, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജയഭാരതി ചേച്ചിയും തിലകൻ സാറും ഒക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത് അന്ന് ഇവർ നിർബന്ധിച്ച് എന്നെ വിട്ടത് വലിയൊരു അനുഗ്രഹമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുക. കാരണം ഞാനൊരു 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കുറേശ്ശെ മാറി. ഈശ്വര, ഞാൻ ഈ ലോകത്തായിരുന്നല്ലോ കുറേ കാലമേ, സുഖേട്ടനെ കണ്ടുമുട്ടിയത് വരെ അങ്ങനെ ആണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അത് തുടങ്ങി. അത് കഴിഞ്ഞ് അതങ്ങോട്ട് കയറി ഹിറ്റായപ്പം രാജീവ് തന്നെ അടുത്ത സീരിയൽ പൊരുത്തം, പിന്നെ 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 കുറേ സീരിയലുകളൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരാം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റോമിയോ ആണെന്ന് തോന്നുന്നു, ദിലീപിൻ്റെ അമ്മയായിട്ട് ആദ്യമായിട്ട് ഞാൻ രാജസൻ സാറ് പിന്നെ വിളിച്ച് ഞാൻ അഭിനയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ ഇപ്പം ഈ ജൂഡിൻ്റെ ഈ സാറാസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് കുറച്ചുകൂടെ അടുത്തടുത്ത സിനിമകൾ ഇങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് മറ്റേ മെർലാൻഡിലെ വിശാഖും നിവിനും നമ്മുടെ അജു ധ്യാൻ ഇവരെല്ലാവരും കൂടെയാണ് എന്താണെന്ന് ഫണ്ടാസ്റ്റിക്കോ എന്ന് പറഞ്ഞൊരു പേരിൽ എടുത്തതാണ് ഈ ലവ് ആക്ഷൻ ഡ്രാമ. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു സംഭവമായിപ്പോയി വാസ്തവത്തിൽ. അതുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈശ്വര എന്ത് നല്ലതാണ്, മനസ്സിന് എന്തൊരു സുഖം ഈ കൊച്ചു പിള്ളേരുടെ തമാശയും കളിയൊക്കെ കണ്ടുകൊണ്ട്. നമ്മളൊരു അമ്മൂമ്മയുടെ പ്രായമുള്ളത് കൂട്ടിക്കോ, എന്നാലും നമ്മളവരുമായിട്ടങ്ങ് ചേർന്നു.
അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് പിന്നെ കുറച്ച് സജീവമായി മീഡിയയിൽ സത്യം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ കേരളത്തിലെ എല്ലാ മീഡിയയും ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും ചിലപ്പോൾ വല്ല ഒന്ന് കുത്തി ഒരു വ്യക്തി എഴുതിയാലും മീഡിയയ്ക്ക് മൊത്തത്തിൽ എന്നോട് സ്നേഹമാണ്, യാതൊരു സംശയമില്ല. തളരാത്ത അമ്മയുടെ ഈ മനസ്സിനെ തളർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നതെന്താണ്? അല്ല, എന്നെ തളർത്തിയ ഒരൊറ്റ സംഭവമുള്ളൂ, സുഖേട്ടൻ്റെ വിയോഗം. പിന്നെ ഒന്നും എന്നെ തളർത്താറില്ല. എനിക്കങ്ങനെ മക്കള് ഞാൻ ചുമ്മാ തമാശ പറയാൻ വന്നില്ല കണ്ടില്ല, പക്ഷെ എനിക്കറിയത്തില്ല അവരുടെ ജോലി എന്തോ എന്നുള്ളത്. ഞാനും അവിടെ നിൽക്കുന്നത്. അല്ല, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടപ്പം അമ്മയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, സാറിൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം, പ്രണയം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വൈഫാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരും 100%. എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് ഇന്നും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എന്ത് കാര്യത്തിനും ഞാൻ കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു അവസാനം എടുക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിന് അതിൻ്റെ പുറത്തൊരു വലിയ ഇൻഫ്ലുവൻസ് കാണും. അങ്ങനെ ഞാൻ എടുക്കാറുള്ളൂ. അതിപ്പോൾ തന്നെ ഈ പലരും നമ്മുടെ എന്തെങ്കിലും എഴുതുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ട്രോൾ ചെയ്യുകയോ അല്ലെ കമൻസ് ഒക്കെ എഴുതി ചെയ്യുമ്പോൾ എനിക്ക് അതിനൊന്നും ഒരു ദേഷ്യവും ഇല്ല. നമുക്കായി എഴുതിയിരിക്കുന്നവൻ്റെ പേര് വായിക്കുമ്പോൾ അറിയാം എന്തോ ഉദ്ദേശം. അതുകൊണ്ട് അത് അവരുടെ വയറ്റിപ്പഴപ്പ് വിട്ടേക്കും കേട്ടോ. അതുകൊണ്ട് അവർക്ക് ആ യൂട്യൂബിനകത്ത് അവർ നടത്തുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് കമൻറ്റ് എഴുതിയോ ഒക്കെ ആളാവാൻ പറ്റിയ ഒരു അവസരമാണ് അല്ലേ. എല്ലാവർക്കും ഒരേ വേദി കിട്ടത്തില്ലല്ലോ ആളാവാൻ, ഓരോരുത്തരും ഓരോ രീതിയിൽ ഒരാളാവട്ടെ. അതെ, അപ്പോൾ അവരുടെ ചീത്ത വിളിച്ചും ആളാവാം, നല്ലത് പറഞ്ഞും ആളാവാം. അത് ഓരോരുത്തരുടെ ചോയ്സ്, ഇറ്റ് ഡിപ്പെൻഡ്സ്, അത്രേ ഉള്ളൂ. ഞാനും പിന്നെ മീനച്ചേച്ചി ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ രണ്ട് ചെറിയ കുതിര നോക്കിയെടുത്തു ഞങ്ങൾ. ഞാൻ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു ഫ്രണ്ടിലെ കുതിര പോകുമ്പോൾ ഇത് ഓടിക്കോളൂന്ന്. എവിടെ ഫ്രണ്ടിലെ കുതിരയെല്ലാം പോയി കഴിഞ്ഞു, ഈ കുതിര ഓടണ്ടേ. ഒന്നാമത് മീനച്ചേച്ചിയുടെ കുതിര പോകത്തില്ല, വെയിറ്റ് കൂടുതലാ. അതിന് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുതിര വളഞ്ഞു പോയി. അന്ന് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് ജയഭാരതിയും നായികമാരല്ലേ. അവരൊരുങ്ങി കഴിഞ്ഞാൽ അവരുടെ നടപ്പ് പോലും മാറും. പിന്നെ നായികയായിട്ടുള്ളൊരു നടപ്പാണ്, പതുക്കെ വരൂ. ഷീലാമ്മ ഒരു റൂമിലായിരിക്കും, ജയഭാരതി അപ്പുറത്തെ റൂമിലായിരിക്കും. അപ്പൊ ഇവർക്ക് നായകന്മാരുണ്ടാവും. അപ്പൊ ഷീലാമ്മ പോയി പറയും അപ്പുറത്ത് പോയി നോക്കിക്കുക, ജയഭാരതി എന്തൊക്കെ തലേ വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആൾ വന്നിട്ട് പറയും, അമ്മ அவங்க பெரிய ഇതെല്ലാം വെച്ചിരിക്കാங்க. ആണോ, എന്നാ കുറച്ച് കൊടുത്തോട്ട് വാ. ആ ഒരു വിന്റേജ് കാലഘട്ടത്തിലുള്ള ചുരിദാറാവട്ടെ, സാരികളാവട്ടെ, ബ്ലൗസ്, അത്രേ ഉള്ളൂ. അല്ലാതെ സർവത്ര കീറിയ ജീൻസ് ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അല്ല, അന്ന് ചുരിദാറുണ്ട് കേട്ടോ, അന്നത്തെ ചുരിദാറുണ്ട്. പക്ഷെ അന്നത്തെ ചുരിദാർ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വല്ലാത്ത കീറലില്ല. ഇവിടെ വരുന്ന കീറൽ ഇവിടെ അല്ല, ഇപ്പൊ ഇവിടുന്ന് വയറ് തൊട്ട് കാണാൻ കീറിയിട്ടേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ വരെ അങ്ങനെ ചുരിദാർ ഇവിടുന്നേ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടിരിക്കുക. പിന്നെ ഈ അതൊക്കെ ഞാൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ ഡ്രസ്സുകളും. മറ്റേ ജയിക്കാനായി ജനിച്ച വല്ലൊരു പാട്ടിനകത്തൊക്കെ എനിക്കാണെങ്കിൽ ഒട്ടും വശമില്ല ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടേ. ഞാൻ ഒരിക്കലേ ഉദയ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്നു. അപ്പം മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ഡ്രസ്സെന്ന് ചോദിച്ചപ്പം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ഒട്ടും ഇറക്കമില്ലല്ലോ. ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പുറത്തുള്ളത് പിന്നെ വിജയശ്രീക്കുള്ള ഡ്രസ്സാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഇതിനെക്കാട്ടി ഇറക്കം കുറവ്. എന്നാൽ പിന്നെ കുഴപ്പമില്ല.